ശ്രീ CR നീലകണ്ഠൻ, നമുക്ക് മുന്നിലേക്ക് പരിസ്ഥിതി സൗഹൃദമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാകുന്ന വിധത്തിലേക്കുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് E20 പെട്രോൾ എന്നത് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്കറിയാം 2001 തൊട്ട് ആലോചന തുടങ്ങി, 2003 തൊട്ട് ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. E5, E10, ഇപ്പോൾ E20. ഇപ്പോൾ അതിവേഗം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിവേഗം 5 വർഷം മുൻകൂട്ടി, നമ്മൾ സാധാരണ എപ്പോഴും പിറകിലാണ് പോകുന്നത്, 5 വർഷം നേരത്തെ കൂട്ടി നമ്മൾ ഈ ലക്ഷ്യം നിറവേറ്റി കഴിയുമ്പോഴാണ് അതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന സംശയങ്ങൾ ഉയരുന്നത്. പരിസ്ഥിതി സൗഹൃദം എന്ന ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒതുക്കാവുന്നതാണോ ഈ മാറ്റം? ഒരു കാരണവശാലും ഇത് പരിസ്ഥിതി സൗഹൃദം എന്നൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വളരെ പുറമേക്ക് പരിസ്ഥിതി സൗഹൃദമാണ്, അങ്ങനെയാണ്, ഇത് മറ്റ് പെട്രോൾ കുറവാണ്, വിദേശ നാണ്യ ലാഭമുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ വളരെ പുറമേക്ക് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ, ഇന്നും ലോകത്ത് ഹങ്കർ ഇൻഡെക്സിൽ 103ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 103ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 126 രാജ്യങ്ങളിൽ 103ാമത്തെ. ഇപ്പോഴും 25% ആളുകൾ പട്ടിണി കിടക്കുന്നവരാണ് എന്ന് ഔദ്യോഗികമായി തന്നെ കണക്കുണ്ട്. ഭക്ഷ്യധാന്യത്തിൽ പ്രശ്നമുണ്ട്. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വലിയ തോതിൽ നമ്മുടെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്. ബഫർ സ്റ്റോക്കുകൾ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു വാസ്തവമാണ്. പക്ഷേ നമ്മളിതിനെ ഭാവിയാൽ കൂടി കാണണം. ഒന്ന്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷ്യധാന്യം, പ്രത്യേകിച്ചും അരി, ഗോതമ്പ്, അതുപോലെ കരിമ്പ്, ഈ 3 സാധനവും, പ്രത്യേകിച്ചും അരിയും ഗോതമ്പും, മാർക്കറ്റിൽ നിന്നും വലിയ തോതിൽ ഈ ഭീമൻ കമ്പനികളിലേക്ക് പോകും. അവർ തന്നെ അതിൻ്റെ മൊത്തം, കാരണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നവനെ കൊടുക്കാൻ കഴിയുന്ന വിലയുടെ 10 ഇരട്ടി വേണമെങ്കിൽ ഒരു കമ്പനിക്ക് കൊടുക്കാം. കാരണം 15 കിലോയിൽ നിന്ന് അല്ലെങ്കിൽ 25 കിലോയിൽ നിന്ന് ഏതാണ്ട് 14 ലിറ്റർ എത്തനോൾ കിട്ടുമെന്നാണ് കണക്ക്. ഞാനതിൻ്റെ എല്ലാ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ 25 കിലോ ഇവർക്ക് ഏത് വിലയ്ക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കിട്ടുക എന്നുള്ളത് പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ഇവരിത് വലിയ തോതിൽ ഇനിയിപ്പോൾ കൃഷി വ്യാവസായികവൽക്കരിക്കും. നമുക്കറിയാം മക്ഡൊണാൾഡ് മുതൽ പെപ്സി വരെയുള്ള കമ്പനികൾ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൃഷിയെയും തക്കാളി കൃഷിയെയും വലിയ തോതിൽ നശിപ്പിച്ചത് എന്ന്. കാരണം അവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയെയും, കാരണം അവർക്ക് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തില്ല. അവർക്ക് ഈ ഭൂമി കൊടുത്ത് ചെറിയൊരു പാട്ടത്തുക കിട്ടിയാൽ മതി, കർഷകരുടെ നിന്ന് ഇത് വാങ്ങും, എന്നിട്ട് വലിയ തോതിൽ കൃഷി ചെയ്യും. ഇത് ഭക്ഷ്യോൽപാദനമല്ലാത്തത് കൊണ്ട് ഇതിന് GM പോലെയുള്ള സംഗതികളിലേക്ക് ഇത് ഈസി ആയിട്ട് പോകാം. GM പോലെയുള്ള സംഗതികളിലേക്ക് ഇത് പോയാൽ ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനത്തിന് കൃത്യമായും GM നിയമമുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ മാറാം. നമുക്കറിയാം BT കോട്ടൻ്റെയൊക്കെ വിഷയത്തിൽ, അല്ലെങ്കിൽ വഴുതനങ്ങയുടെ വിഷയത്തിലൊക്കെ വലിയ സമരം നടന്നതല്ല. പക്ഷേ ഈ ഭക്ഷ്യോൽപാദനമല്ല, എത്തനോളിന് ഉൽപ്പാദനമാണെങ്കിൽ അതിൽ ആരും അത്ര ഗൗരവമായിട്ട് എടുക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ വിഷയം, ഏറ്റവും കൂടുതൽ ഇത് വലിയ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വലിയ തോതിൽ വെള്ളം ആവശ്യമായ കൃഷികളാണ് കരിമ്പായാലും നെല്ലായാലും ഇതായാലും. അപ്പോൾ വലിയ തോതിൽ വരൾച്ച നമ്മുടെ രാജ്യത്തുണ്ടാവും. ആറിഡ് ലാൻഡുകളാണ് ഇതിന് വരാൻ സാധ്യതയില്ല. അപ്പോൾ ജലസേചനത്തിൻ്റെ മുൻഗണന ഇവർക്കായിരിക്കും, ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിനായിരിക്കില്ല. കാരണം ഇവർ അപ്പർ ഹാൻഡാണ്, ഇവർക്ക് പൈസ കൊടുക്കാം, ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നാലാമത്തെ വിഷയം, കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായി ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. കാലാവസ്ഥ മാറ്റമല്ല, ഇപ്പോൾ അതൊരു ചലഞ്ചായി വന്നിരിക്കുന്നു. കാലാവസ്ഥ ഇപ്പോൾ എൽനിനോ പോലെയുള്ള ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ വലിയ നാശമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 170 കോടിയാവും. ഇന്നുള്ള ഉൽപ്പാദനം 35.4 കോടി ധാന്യമാണെങ്കിൽ അന്ന് 48 കോടി ടൺ ധാന്യം ആവശ്യമായി വരും. ഇന്ന് 35.4 കോടി ടണ്ണാണെങ്കിൽ 48 കോടി ടൺ. ഈ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ, ഇത് ഭക്ഷണത്തിന് മാത്രമുള്ള കാര്യം ഞാനീ പറയണേ, ഭക്ഷണത്തിന് മാത്രമുള്ളത് കൂട്ടണമെങ്കിൽ അതിന് ശേഷം വേണം നമുക്ക് ഈ പറഞ്ഞ എത്തനോൾ ഉണ്ടാക്കാനും വലിയ ലാർജ് സ്കെയിലിൽ. ഇപ്പം എത്തനോൾ 20 എന്ന് പറഞ്ഞാൽ എത്തനോൾ 100 ആണ് നിതിൻ ഗഡ്കരിയുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. എത്തനോൾ 100, 93 to 95% എത്തനോളുള്ള പെട്രോളാണ് എൻ്റെ കിനാശ്ശേരി എന്നാണ് പറയണത്. ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ എത്രയായിരിക്കും ഇതിനു വേണ്ടി നമ്മുടെ ഭൂമി ഉപയോഗിക്കപ്പെടുന്നത്, വെള്ളം ഉപയോഗിക്കപ്പെടുന്നത്? ഇത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ എത്ര ബാധിക്കും? ഇത് നമ്മുടെ ഭക്ഷ്യ ലഭ്യതയെ എത്ര ബാധിക്കും? ഒരു പഠനവും നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടില്ല. കാരണം ഇത്തരം വൻപിട കമ്പനികൾക്ക്, ഞാൻ ഇതിലെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ സിയാൻ എന്ന് പറയുന്ന കമ്പനി ഒരു വർഷം കൊണ്ട് 1500% അവരുടെ ഷെയർ വാല്യൂ ഉയർന്നത്, ഒറ്റ വർഷം കൊണ്ട്.
അവരുടെ മൂലധനം ഉയർന്നത്. ഒരു കമ്പനി മൂലധനം ഉയരുന്നതിന് തെറ്റില്ല. പക്ഷേ അതൊക്കെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി ചില കാര്യങ്ങൾ മുമ്പിൽ വയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാർ കിട്ടും. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മകൻ്റെ കമ്പനിയാണ്, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി വലിയ തോതിൽ ഇളവുകൾ കിട്ടുമെന്നും നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പരിസ്ഥിതി, ഇന്ത്യയുടെ ജലലഭ്യത, ഭക്ഷ്യലഭ്യത, ജൈവ വൈവിധ്യം, ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ വേണമെങ്കിൽ വനം വെട്ടി, ഇപ്പോൾ വന നിയമത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. വനം വെട്ടി നിങ്ങൾക്ക് തോട്ടം ഉണ്ടാക്കാം. വനം വെട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിയാനോ വേറെ ഏതെങ്കിലും കമ്പനിക്കോ വേണമെങ്കിൽ ഭക്ഷ്യധാന്യം കൃഷി ചെയ്യാം. കൃഷി ചെയ്താൽ, കാരണം ഭക്ഷ്യധാന്യം കൃഷി ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, വനമൊക്കെ കെട്ടിയാലും വേറെ എവിടെ വെട്ടിയാലും നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ, ഭക്ഷ്യധാന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രൈസിസ് ഇട്ടുകൊണ്ട് ഇത് ആർക്ക് ലാഭം എന്ന് ചോദിച്ചാൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യൻ്റെ പട്ടിണിയിലേക്കും കാലാവസ്ഥ മാറ്റത്തിൻ്റെ ദുരന്തത്തിലേക്കും നയിക്കും എന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ സാങ്കേതിക വിദ്യ ഒന്നും അല്ല തീർക്കണേ. അപ്പോൾ എങ്ങനെ ഇത് കണ്ടെത്തും എന്ന്, ഇതിന് എത്ര ധാന്യം കൂടുതൽ വേണം, എത്ര ധാന്യം ഇന്ത്യ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, ഈ കാലാവസ്ഥ മാറ്റം വന്നാൽ എങ്ങനെ നമ്മൾ ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കും, ഇത്തരം കാര്യങ്ങൾ, ഇത് ജൈവ വൈവിധ്യത്തെ എങ്ങനെ ബാധിക്കും, GM പോലെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് വരുമോ, ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ആകെ മറുപടി പറയുന്നത് വിദേശ നാണ്യം ലാഭം ഉണ്ടാവും. വിദേശ നാണ്യം ലാഭം ഉണ്ടായാൽ സാധാരണ മനുഷ്യർ പട്ടിണി കിടക്കുന്നവന് എന്താ ഗുണം? ഒരു ഗുണമില്ല. അത് ആർക്കാ ഗുണം? ഒരു പക്ഷേ വൻകിട കോർപ്പറേറ്റുകൾക്ക് അവർക്ക് കൂടുതൽ വിദേശ നാണ്യം വെച്ച് അവരുടെ മൂലധനം വർദ്ധിപ്പിക്കാം. മറ്റു പല സാധ്യതകൾ അവർക്കുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഇംപ്രഷൻ കൂട്ടാം. ഇതൊക്കെ ശരിയാണ്, അതൊന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗാന്ധി പറഞ്ഞതാണ്, മഹാത്മാഗാന്ധി ഇപ്പോഴും നമ്മൾ രാഷ്ട്രപിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അവസാനം പറഞ്ഞ കാര്യം, നിങ്ങളൊരു നയം തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ കാണാവുന്ന ഏറ്റവും ദരിദ്രനും ദുർബലനും പട്ടിണിക്കാരനുമായ മനുഷ്യൻ്റെ മുഖം ഓർക്കുക. അയാൾക്ക് ഗുണകരമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് വാഹനത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല, അതിൻ്റെ വിദഗ്ധരുള്ളതുകൊണ്ട് അത് പറയട്ടെ. പക്ഷേ ഇതൊരു മന്ത്രിയുടെ മകൻ്റെ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. കാരണം അവർക്ക് വലിയ അധികാരങ്ങളുണ്ട്, വലിയ പ്രഷർ ഇടാൻ പറ്റും. അതുകൊണ്ട് എല്ലാ നിയമവും അവർക്ക് ഫ്ലൗട്ട് ചെയ്യാൻ പറ്റും. ഒരു നിയമമില്ല, ഏത് നിയമവും മാറ്റാം, ആ നിയമം അതിനനുസരിച്ച് വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പട്ടിണി നിലവാരം കൂടാനാണ് സാധ്യത, കുറയാനല്ല എന്നാണ്. അതാണ് എൻ്റെ ഇതിലുള്ള ആദ്യത്തെ കൺസേൺ.